ഈശോ അവിടെ പറഞ്ഞത്. അപ്പത്തെ നോക്കിയാണ്. അപ്പോൾ എന്നിട്ട് ഈശോ ചെയ്തെന്താണ്? സെഗിയോൻ മാളികയിൽ നിന്നും നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് കെദ്രോൻ താഴ്വര കൂടുതൽ കടന്നു. കാരണം സെഗിയോൻ എന്ന് പറയുന്നത് അപ്പറേയും ഒന്ന് ഇപ്പറേയും ഒന്ന്, ഇവിടെ ഒഴിവുന്ന ഒരു മല, അപ്പറേ ജെറുസലേം മല. അപ്പോൾ ഇത് രണ്ടിനിടയിലാണ് ഏത് താഴ്വര, കെദ്രോൻ താഴ്വര. അതിനൊരു പാലമുണ്ട്, ആ പാലം ഇവിടെ കിടക്കുന്നു. പക്ഷെ ഇത് രണ്ടും ഒന്ന് കുത്തനെ ഇറക്കം, ഇവിടെയും കുത്തനെ കയറ്റം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങനെ കെദ്രോൻ താഴ്വര ഇങ്ങനെ ചുറ്റി വളഞ്ഞാൽ വരാറുള്ളത്. സാധാരണ പോയിക്കൊണ്ടിരുന്ന അങ്ങനെയാണ്. പക്ഷേ സെഗിയോൻ മാളികയെയും ഗെത്സമേനെയും തമ്മിൽ യോജിപ്പിച്ച് അത് ഒന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈശോ ആ ഒരു യാത്ര സെഗിയോൻ മാളികയിൽ ഇറങ്ങിയിട്ട് നേരെ കെദ്രോൻ കുന്ന് താഴെ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ജെറുസലേം കുന്ന് കുത്തനെ ഇറങ്ങിയിട്ട് വെള്ളത്തോട് കിടക്കുന്ന പാലത്തിലൂടെ ഇവർക്ക് മലത്തന്നെ കയറി ഒരു മലയിലേക്ക് സെഗിയോനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഈശോ താൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചിന്തായിരിക്കുന്ന രക്തം എന്ന് പറഞ്ഞ രക്തം അവിടെ രോഗങ്ങളുടെ ആദ്യമേ ചിന്താപകരുന്നു. പിന്നെ യുദാസ് അവനെ ഒറ്റപ്പെടുമ്പോൾ ശാരീരികമായി പീഡകളിലൂടെ ശരീരത്തെയും സമർപ്പിക്കാൻ തുടങ്ങി. ആ യാത്രയിൽ നിന്ന് അവസാനിപ്പിക്കുന്നത് ഈശ്വനാഥൻ ഗൗതമരെയാണ്. അതിനിടയിൽ എന്തെല്ലാം സമരങ്ങളുടെ പോകുന്ന നമുക്കറിയാം. ചമ്മട്ടിടിയെത്തുന്ന വലിയ മഹാനായ മഹാസഹനങ്ങൾ. ചമ്മട്ടിയുടെ സഹനം ഏറ്റവും മഹാസഹനമാണ്. 2000 കിലോത്തിന്റെ സഹനം ചിന്തിക്കാനാവുന്ന സഹനമാണ്. 153 കിലോ തൂക്കമുള്ള 153 തൂക്കമുള്ള കുരിശു ചുവന്നുകൊണ്ടുള്ള കാൽവരിയിലെ ചമ്മട്ടിടിയേറ്റ് ദേഹമുള്ളിനോട് വർണ്ണമായിരിക്കുന്ന യേശുവിന്റെ ആ യാത്ര അതിഭയാനകമാണ്. എത്രയോ തവണ വീണു, 3 വീഴണം പറയുന്നു, 3 അല്ല, അനേക തവണ ഈശോ ആ ഗൗത യാത്രയിൽ വീണു. അങ്ങനെ ചെന്ന ഈശ്വനാഥൻ അവിടെ ചെന്നപ്പോൾ അവരിൽ കല്ലിലേക്ക് തള്ളിയിട്ടിട്ട് കുരിശുണ്ടാക്കുമ്പോൾ ആ കുരിശിലേക്ക് അവർ മദ്യപിച്ച് ഇല്ലാന്നുണ്ട് അവർക്ക് കുരിശിൽ അടയാളപ്പെടുത്തി കൈതറക്കാനുള്ള സാധനം അടയാളപ്പെടുത്തി ആണി അതിൽ പഴുത് മാറിപ്പോയി. അങ്ങനെ ഈശോയിലേക്ക് എടുത്തിട്ട് ആണി അടിക്കാൻ നോക്കിയപ്പോൾ ആണി കുറിച്ച് തകരുമ്പോൾ വസ്ത്രമൊഴിഞ്ഞു കൊടുത്തു. നമുക്കറിയാം ശരീരത്തിന് മുഴുവൻ രക്തം ഒഴുകി അതിൻ്റെ രക്തം വലിച്ചു വീണ്ടെടുക്കുമ്പോൾ ശരീരത്തെ വെച്ച് വേദനിക്കാനാവില്ല. ആ വേദന മുഴുവൻ സഹിക്കുന്നു. കുരിശ് കിടമ്പോൾ ആണി അടിക്കുന്നതിൻ്റെ മഹാവേദന കിടക്കുന്നു. അതിനിടയ്ക്ക് ഇത് പഴുതിലേക്ക് വരാത്തതുകൊണ്ട് വടവിട്ട് വലിച്ചു ഒറ്റ വഴിയാണ് ഊതിപ്പോയി. ആ സഹനെല്ലാം സഹിച്ചാണ് ഈശോയെ അറിയുന്നത്. ആ സഹനത്തെ കുറിച്ച് നാട്ടിൽ 6 മണിക്കൂറിനെ കുറിച്ച് കിടന്നതാണ് ചിലർ പറയുന്നത്. 3 മണിക്കൂറിൽ നിന്നാണ് ചിലർ പറയുന്നത്. ഏതായാലും 6-8-3 മണിക്കൂർ നേരം ഈശോ കുറിച്ച് നൽകി ഒരു വശത്തേക്ക് ശരീരം പോയി. പാലം മുഴുവൻ അവരുടെ ശരീരത്തേക്കും ആ കൈകളിലും ആണിലേക്ക് വന്നു. അവിടെ കിടന്നുകൊണ്ട് ഈശോ സഹിക്കുന്ന സഹനം. ഈ സഹനം മുഴുവനുമാണ് കുർബാനയിൽ നാം ഓർക്കേണ്ടത്. ഈ സഹനം മുഴുവൻ ഓർത്തുകൊണ്ട് കുർബാനർപ്പിക്കാൻ നിനക്ക് വേണ്ടി ശരീരമോചനമായി തീരാൻ, നിനക്ക് വേണ്ടി രക്തപാനീയമായി മാറാൻ കർത്താവ് സഹിച്ച സഹനം ഓരോന്നും ചിന്തിച്ചുകൊണ്ട് വേണം ഈ വിശുദ്ധവാനി പങ്കെടുക്കാൻ. എന്നാലാണ് വിശുദ്ധവാനി ആവുകയുള്ളൂ. അല്ലാതെ പാട്ടുപാടിയതിൻ്റെ പേരിലോ കുറച്ച് പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ പേരിലോ അങ്ങോട്ട് ഇവിടെ ചർച്ചയുടെ പേരിലോ വന്ന് നിന്നതിൻ്റെ പേരിലോ നിങ്ങളൊന്നും കുർബാനയാവില്ല. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് അനുഭവിച്ച് പഠിച്ചാൽ കഴിയണം. അവിടെ വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ തമ്മിൽ ചേർന്ന് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈശോ കല്ലറയിൽ അടക്കി അവിടുന്ന് ഉയർന്നിട്ട് ഈശോ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ നിന്നും 10-ാം ദിവസം ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ചു. അത് സെഗിയോൻ മാളികയിലാണ്. സെഗിയോൻ മാളികയിൽ നിന്ന് ആരംഭിച്ചത് വലിയ പൂർത്തീകരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ സഭയിലേക്ക് ഇറങ്ങി വന്ന് രക്ഷയുടെ മധുരഫലങ്ങൾ നമ്മളിലേക്ക് ഒഴുക്കി തന്ന് അതിലൂടെയാണ് രക്ഷാകരം പൂർത്തിയാകുന്നത്. ബലി അർപ്പിക്കുക മാത്രമല്ല, ബലി രക്ഷാകരവും അനുഗ്രഹപ്രദമായി മാറ്റുന്നതാണ്. അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അവിടെ ആ പരിശുദ്ധാത്മാവ് ഇതിൽ വന്നതാണ് ആ ബലി അർപ്പണത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുക. ഒരു കുർബാനയുടെ പൂർത്തീകരണം എപ്പിക്ലേസിസ് ആണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വരട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഒരു കുർബാനയുടെ പൂർത്തീകരണം. അപ്പോൾ ഈ കുർബാന നമ്മൾ ഇവിടുന്ന് ആരംഭിച്ചു, സെഗിയോനിൽ ആരംഭിച്ചു, സെഗിയോനിൽ അവസാനിക്കുന്നു. ആണ് ഞാൻ പറഞ്ഞത്. This is a journey from Segion to Segion. This is a journey from Bethlehem to Bethlehem. Or it's a journey from heaven to heaven. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഈശോ
അതേ സ്വർഗത്തേക്ക് തിരിച്ചു ചെന്നപ്പോൾ അതിൻ്റെ തലയ്ക്ക് നടന്നാണ് ദക്ഷിണീകരണം. അപ്പോൾ that's a journey from heaven to heaven. That's a journey from Zion to Zion. That's a journey from paradise to paradise. ആത്മാത്മാർക്ക് ദൈവം കൊടുത്ത ഭൗമിക പ്രദേശയിൽ നിന്ന് യേശുനാഥൻ ആ പ്രദേശ സ്വർഗത്തിൽ വേണ്ടി ഒരുക്കിയിട്ട് ആ പ്രദേശയിലേക്ക് സ്വർഗീയ പ്രദേശയിലേക്ക് ഈശോ നടത്തുന്ന ഒരുക്കത്തിന്റെ ശുശ്രൂഷയാണ് ഈശോയുടെ ജീവിതത്തിൽ എന്ന് പറയുക. That's a journey from paradise to paradise. ഇത് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര നടത്താത്തോളം കാലം കുർബാനയായി തീരില്ല. There should be a journey with Jesus Christ through the way when and where he lived. അവൻ ജീവിച്ചു പോയ ജീവിതത്തിന്റെ നിമിഷങ്ങളിലൂടെയും സ്ഥലങ്ങളിലൂടെയും നമ്മൾ ഒരു ആത്മീയ യാത്ര നടത്തിയാൽ മാത്രമേ വിശുദ്ധ കുർബാനയായി തീരുകയുള്ളൂ. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ വിശ്വാസം പങ്കെടുക്കാനായി ശ്രമിക്കണം. പിന്നെ നമ്മൾ ഓർക്കണം, ഒരു ഈശോയുടെ ഈ ബലി നമുക്ക് കാൽവൃത്ത ബലിയാണ് പ്രധാനമായി കിടക്കുന്നത്. അത് അനുവർത്തനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനമാണ് ഈ ആലയത്തിലുള്ളത്. ഈ ആലയം സ്വർഗത്തിന്റെ പ്രതീകമാണ്. ഈ ആലയം ഭൂമിയിൽ ഒരു ആലയം നിർമ്മിക്കാനായിട്ട് ദൈവകർത്താവ് അഭിലഷിക്കുമ്പോൾ ഒരു ജനതയെ കർത്താവാക്കി ഒരുക്കി. ആ ജനതയോടൊപ്പം ജീവിക്കാനും കർത്താവ് ആഗ്രഹിച്ചു. പക്ഷെ ആ ജനത ഈശോയെ തന്റെ ദൈവപിതാവിനെ തള്ളി പറഞ്ഞു. അങ്ങനെയാണ് അവൻ മാറ്റപ്പെട്ടപ്പോൾ ആ ജനത വസിക്കാനുള്ള തീവ്ര അഭിലാഷത്തിലാണ് ദൈവാലയത്തിൽ നിർമ്മിച്ച് ആ ദേവാലയത്തിൽ വന്ന് അദൃശ്യനായി വസിക്കാൻ ദൈവം ആഗ്രഹിച്ചത്. ദൈവം മറ്റുള്ളവരോടുകൂടി കൂടാതെ പഠിച്ചു വസിക്കാനുള്ള പിതാവായ ദൈവത്തിന്റെ അഹൈതവമായ ദാഹമാണ് ദേവാലയ നിർമ്മതിയിൽ നമ്മൾ കാണുന്നത്. ദാവീദ് പറയുമ്പോഴും സോളമൻ പറയുമ്പോഴും ഒക്കെ ഈ ദൈവപിതാവിന്റെ ആഗ്രഹമാണ്. ദാവീദ് ചോദിച്ചിട്ടുണ്ടല്ലോ, പിതാവേ, അങ്ങേ പോലെ അത്യുന്നതനും മഹോന്നതനും എല്ലാത്തിന്റെ അധിപന കർത്താവുമായ അങ്ങ് വലിയ ദാസൻ ഉണ്ടാക്കുന്ന ദേവാലയത്തിൽ വന്ന് വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിതാവേ, എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. അങ്ങേ പോലെ മഹോന്നതൻ വന്ന് ഞങ്ങളെ പോലെയുള്ള ഈ വലിയ ദാസൻ ഉണ്ടാക്കിയ ഒരു ആലയത്തിൽ വസിക്കുന്ന ചിന്തിക്കാനാവുന്നില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ തീർച്ചയായും ഇവിടെ വസിക്കും, ഞാൻ ഇവിടെ വന്ന് വസിക്കും. അത് ദൈവമക്കൾക്ക് കൂടെ വസിക്കുന്നത് പിതാവിന്റെ ആനന്ദമാണ്. ദൈവമക്കൾ കൂടെ വസിക്കുന്നത് പിതാവിന്റെ ആനന്ദമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങളുടെ ഈ ദേവാലയം നിർമ്മിക്കണം. ഈ ദേവാലയത്തിൽ അങ്ങനെ കാണാൻ കഴിയണം, വിലവൻപോടെ കാണണം. ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവങ്ങളുടെ ആരോഗ്യമുണ്ട്, സ്വർഗ്ഗമുള്ളിലൂടെയുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്, പ്രവാസികളുണ്ട്, ദീർഘദർശികളുണ്ട്, മന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, രക്തസാക്ഷികളുണ്ട്. സകല സ്വർഗവാസികളുടെയും ഇടമാണ് ഈ ദേവാലയം. ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെന്ന ഒരു അനുഭവം ഉണ്ടാകണം. അവിടെ മാലാഖമാരെ കാണണം, അവിടെ വിശുദ്ധരെ കാണണം, രക്തസാക്ഷികളെ കാണണം, അബ്രഹാത്തെ കാണണം, ഏലിയായെ കാണണം, എലീശയെ കാണണം, അല്പസമയം കാണണം. എല്ലാവരെയും കണ്ടുവേണം ഈ ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കുവാൻ. അതുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിന്റെ ജെറുസലേം ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. അത് സ്വർഗത്തിന്റെ ഭാഗങ്ങളാണ്. എന്താ 3 ഭാഗങ്ങൾ? 1 ഹൈക്കല, 2 എസ്ട്രോമ, 3 മക്ബര. അപ്പോൾ ഹൈക്കല എന്ന് പറയുന്നത് ദൈവാരാധന നിൽക്കുന്ന സ്ഥലം. സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും രക്തസാക്ഷികളും പിതാക്കന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ആരാധന നിൽക്കുന്ന സ്ഥലത്തിനാണ് ഇവിടെ നമ്മുടെ ഈ ഹൈക്കല എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. സ്വർഗത്തിലെ ആരാധകരായ മാലാഖമാരോടും വിശുദ്ധരുടെയും രക്തസാക്ഷികളോടും പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും ദീർഘദർശികളോടും ചേർന്നാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്നാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അവരാരാധിക്കുന്ന പോലെ നമ്മൾ ആരാധിക്കുന്നു. രണ്ടാമത്തെ സ്ഥലം ഹെസ്രോമ. അത് മാലാഖമാര്, ശുശ്രൂഷകരായ മാലാഖമാര്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരും ഗായകന്മാര്, സ്ഥാപനക്കാരാണ് നേതൃത്വം നൽകുന്നത്. പാട്ട് പാടുമ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥലമാണ് ഹെസ്രോമ എന്ന് പറയുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് പാട്ടുകാര് നിൽക്കുന്ന സ്ഥലവും കുർബാനയെ സഹായിക്കാൻ നിൽക്കുന്ന സ്ഥലവുമാണ് ഹെസ്രോമ. മൂന്നാമത്തെ സ്ഥലം ഹോളി ഓഫ് ദ ഹോളീസ്.
സിംഹാസനം, അതാണ് സക്കരാരി. അതുപോലെ തന്നെ അവൻ സിംഹാസനം ചെയ്യുന്ന സ്ഥലം, അതാണ് ബോഡി ഓഫ് ബോഡീസ്. ഇതാണ് ദേവാലയം. സ്വർഗത്തിന്റെ സംവിധാനം അതേപടി പകർത്തു വെച്ചിരിക്കുകയാണ് ഒരു ദേവാലയത്തിൽ. സ്വർഗത്തിന്റെ സംവിധാനം അതേപടി നിർവഹിച്ചിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. ആ മനുവയിൽ നിന്ന് അല്പം അകന്ന് ഒരു ബലിപീഠം. എന്തിനാണ് ഈ ബലിപീഠം അവിടെ ദൈവപിതാവിനെ നോക്കി ബലി അർപ്പിക്കുന്നതാണ്. നോക്കാണ്ട് എഴുതിയിട്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബലിപീഠം, ആ ബലിപീഠം ഈശോയുടെ കല്ലറയാണ്. ഈശോയെ അടക്കിയ കല്ലറയ്ക്ക് സദൃശ്യമാണ്. ഈശോ അടക്കിയ കല്ലറ നമുക്കറിയാം. ഇന്ന് ആ കല്ലറയിൽ ചെന്നാൽ എന്തോ ഒരു സുഗന്ധമെന്ന് പറയാൻ പറ്റില്ല. അയലകത്തിൽ ചെല്ലുമ്പോഴേ സുഗന്ധമാണ്. ഈശോയെ അടക്കിയ ആ സ്ഥലം, ആ കുരിശിൽ കിടക്കുന്ന സ്ഥലത്ത് ഭയങ്കര സുഗന്ധമാണ്. ഇപ്പോൾ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോ കുരിശിനിറക്കിയ ഒരു കല്ലുണ്ട്, നീണ്ട ഒരു കരകല്ല് പോലെ ഒരു കല്ല്, അവിടെയും ഭയങ്കര സുഗന്ധമാണ്. മാതാവ് എഴുന്ന് ഈശോയെ മണിയിൽ കിടത്തിയ സ്ഥലമുണ്ട്, അവിടേക്ക് ഭയങ്കര സുഗന്ധാംശമാണ്. ഇതെല്ലാം പോയി കാണുമ്പോൾ അറിയാം, ഭയങ്കര അനുഭൂതിയാണ്. കല്ലറയിലുള്ള അനുഭൂതി വേറെ എടുത്തിട്ടില്ല. ഞാൻ പോയി ഈശോയെ കുരിശിലാക്കിയിട്ട് റൗണ്ടിലൊരു നമുക്ക് ഒരു കമ്പ് കുത്തി പച്ചാൽ അത് റൗണ്ടിൽ തുടങ്ങാനല്ലേ, അതുപോലെ തുടയാം. എൻ്റെ അത് ഡേറ്റ് നോക്കാം. ഈശോ കല്ലറയിലെ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ എന്തുമില്ലാത്ത ഞാൻ രോമങ്ങളൊക്കെ നിറച്ച് എന്തുമില്ലാത്ത അനുഭൂതിയാണ്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലം. പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ മൃതശരീരത്തെ ജീവനാക്കി മാറ്റിയ സ്ഥലത്ത് എത്തൊരു മഹത്വമാണെന്ന് അറിയാമോ? അനുഭവമാണ്. അവൾ അതേ കല്ലറയാണ് ഇവിടെ ഈ കൊണ്ടുപോയിട്ടിരിക്കുന്ന ഈശോയുടെ കല്ലറ. അവിടെ വിലർപ്പിക്കുന്ന സാധാരണ കല്ലറകളൊക്കെ ശരീരം അഴുക്കി കളയുന്നതാണെങ്കിൽ ഈ കല്ലറയിൽ ഈശോയുടെ കല്ലറ ശരീരം അഴുക്കുകയല്ല ചെയ്യുന്നത്. ആ ശരീരത്തിന് പുതുജീവൻ നൽകി ഉദ്ധാന ശരീരമാക്കി രൂപാന്തരപ്പെടുത്തിയിരുന്നത് കല്ലറയാണ്. ഈ കല്ലറ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നാണ് എനിക്ക്. അവിടെ ഇവിടെ നടക്കുന്ന ഓരോ ഈ കല്ലറയിൽ നടക്കുന്ന ബലി നിന്നെ പുതിയ പാപാവസ്ഥയിലേക്ക് മൃതാവസ്ഥയിൽ നിന്ന് ഒരു പുതുജീവത്തിലേക്ക് ഉയർത്തുന്നതാണ് എന്നാണ് പഠിപ്പിക്കുന്ന സഭ. അങ്ങനെയാണ് ഇത് കല്ലറയായിട്ട് വരുന്നത്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയല്ലേ, നമ്മുടെ കർത്താവിന്റെ കാപരണമേ സ്വസ്തിയല്ലേ, അവരുടേതാണത്. എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അതിന്റെ മുകളിൽ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ നോക്കാം. അതിന്റെ ആശയവിലാസം വയ്ക്കുന്ന ഒരു സ്ഥലത്തിന് ഒരു ടൗണുണ്ട്. ആ ടൗണ് പറയുന്നതാണ് കബലാന. കബലാന 3 കുരിശുള്ള ഒരു തുണിയാണ് കബലാന. പിന്നെ അവിടെ നമ്മൾ വേറൊരു കുർബാനത്തിന്റെ നിറമുള്ളൊരു തുണി 3 മടക്കിയിട്ട് കാസ്യവിലാസം മൂടുന്ന മനസ്സിലാക്കി പറയുമ്പോഴല്ലേ, കാസ്യവിലാസം മൂടാൻ വയ്ക്കുന്ന കുർബാനത്തിന്റെ നിറമുള്ള അതിന്റെ ശോശപ്പ എന്ന് പറയുക. ഈ ശോശപ്പയാണ് ഈശോയുടെ ശരീരം പൊതിയാൻ ഉപയോഗിച്ച തുണി എന്ന് പറയുക. കാല് മുതൽ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ അകത്ത് സൗന്ദര്യം വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കയറ്റി കൊണ്ടുവന്ന് ഈ കഴുത്തിൽ കൊണ്ടുവരും. അങ്ങനെ പൊതിയാൻ ഉപയോഗിച്ച തുണിയാണ് അവിടെ ഈ ശോശപ്പയുടെ അടയാളം എന്ന് പറയുക. അവനെ മോളിൽ പിന്നെ തല ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്ന് അത് നമ്മുടെ കഴുത്തിൽ കൊണ്ടുവന്ന് യോജിപ്പിക്കും. ഇതിനാണ് കബലാന എന്ന് പറയുക. ഈ 2 വസ്ത്രങ്ങളാണ് പത്രോസ്ലിഹായും യോഹന്നാൻസ്ലിഹായും കല്ലറയിൽ ചെന്നപ്പോൾ മൂടി കിടക്കുന്നതായി കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കുർബാന കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് അത് 2 മാറ്റാറുള്ളൂ. അല്ലാച്ചമാർ മടക്കി വെക്കാൻ, ഞാൻ മടക്കി വെക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം അത് ഈശോയുടെ ഈ 2 കുർബാനകളാണ്. ഇനി അത് കാസയുടെ മുകളിൽ വെക്കുന്ന ഒരു അതാണ് കർത്താന എന്ന് പറയുക. കാസയുടെ മുകളിൽ വെക്കുന്നത് അതുകൊണ്ട് വികാസം മുകളിൽ വെക്കാനില്ല. എന്നാൽ വികാസം മുകളിൽ ഇരുന്നോണ്ട് ഹോസ്പിറ്റൽ വന്നു പോകാതിരിക്കാൻ, കാസർഗോഡിലേക്ക് വീഴ്ച കാണാതിരിക്കാൻ എന്നൊക്കെ അല്ല അതിൻ്റെ അർത്ഥം. ഇതാണ് ഉപയോഗിക്കുന്നതായിരുന്നു അർത്ഥത്തിലാണെങ്കിൽ. അപ്പോൾ ഒരു കത്താന ഉപയോഗിക്കുന്നത് കാരണം ആ കത്താന ഈശോയുടെ ശവകുടീരം ശവക്കല്ലറ മൂടാൻ ഉപയോഗിക്കുന്ന കല്ലാണ്. നമുക്കറിയാം ഈ കിണറിന്റെ കല്ല് പോലെയാണ്. കിണറിന് ദിവസം നാവാർത്തകളാണുള്ളത് ഇല്ലേ, റൗണ്ടിന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കിണറിന് ഇടുന്ന പോലെ അതുപോലെ ഈശോ കല്ലറ മൂടിയ കല്ലറ ഇതുപോലെ ഒരു അത് ഉരുട്ടി മാറ്റാൻ വളരെ ഇങ്ങനെ ഉരുട്ടുമല്ല, ഇങ്ങനെ ഉരുട്ടി കാവടി ചക്രം കറങ്ങുന്ന പോലെ കുട്ടികൊള്ളുന്നു. അതാണ് മനസ്സിലായോ?
അതാണ് സ്ത്രീകൾ മധ്യസ്ഥൻ ചോദിച്ചത്, ആരും ഒട്ടുമാറ്റും അത് ഭയങ്കര കനമുള്ളതാണ്. അതിന്റെ സദൃശ്യമൊക്കെ ഇന്ന് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈശോ സഭയ്ക്കുന്നതിന്റെ സദൃശ്യമായിട്ടുള്ള മുടിയുടെ സദൃശ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാമോ? നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ കുറേ പേര് പിടിച്ചു കുട്ടിയെ മാറുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾ വന്നത് ആദ്യം പിടിച്ചു മാറുന്നത്. അപ്പോൾ അതാണ് ഈ ക്ലാസ്സിലെ മുകളിൽ വയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് വൈദ്യുതി കൊടുക്കുന്ന ഉടുപ്പാണ്. ഈ ഇതിട്ടുണ്ട് ഞങ്ങൾക്ക് വൈദികരെ വലിയ പ്രശ്നമൊന്നുമില്ല. വൈദികര് എന്തുകൊണ്ടാണ് ഈ ഉടുപ്പിടുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഉടുപ്പാണ് കൊത്തീന, ഈ ആൽബ് എന്ന് പറയും. കൊത്തീന ചുവപ്പ് നിറമുള്ളതാണ്, ആൽബ് വെള്ള നിറത്തിലുള്ളതാണ്. കൊത്തീന ഇട്ടുകൊണ്ട് ഒരു വൈദികൻ ദേവാലയത്തിലേക്ക് വിലർപ്പിക്കാൻ വേണ്ടി വന്ന അതിൻ്റെ അർത്ഥം മുൾക്കിരീടം ധരിച്ച് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിലേക്ക് പോകുന്ന യേശുവിനെ നമ്മൾ ധ്യാനിക്കാൻ വേണ്ട. എന്നാൽ ആൽബ് ധരിച്ച് വരുന്നൊരു വൈദികനെ കണ്ട അതിൻ്റെ അർത്ഥം ഈശോ പീലാസനത്തിൽ വരുന്നതാണ്. സിമിയോൻ മലയിൽ നിന്ന് ഇറങ്ങി ഗസ്മയിലേക്ക് പോകുന്ന യേശു വെള്ള വസ്ത്രം ധരിച്ചവനായിരുന്നു. അപ്പോൾ സകലത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ആൽബാണ്. സകലത്തിൻ്റെ ഏതാണ്ട് കഴിഞ്ഞ ഭാഗമാണ് വൃത്തിയിലേക്ക്. അതുകൊണ്ടാണ് വൃത്തിയിലെ ഇത് ഒഴിവാക്കിയിട്ട് ആൽബ് ധരിക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ആൽബ് ധരിച്ചാണ് വേദന വരുന്നത്. അത് ഈശോ വിശ്വാസം സ്ഥാപിക്കുമ്പോഴും സിനിമയിൽ പോകുമ്പോഴും ഒക്കെ അവന് ധരിക്കുന്ന ഒരുപാട് ഈ അവസ്ഥ. അതിൻ്റെ ഇവിടുന്ന് ഉറാല, ആ കൊത്തിൻ്റെ മുകളിൽ നിന്നാണ് ഉറാല. മനസ്സിലായതുപോലെ സംസാരിക്കുമ്പോഴും എല്ലാം ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ഉറാല. ഈ കുർബാനയിലെ ഉറാല ഉണ്ടെന്നത് എന്താണെന്ന് വെച്ചാൽ ഈശോയെ ദൗത്യാക്കി കൊണ്ടുപോകുമ്പോൾ അവരുടെ കഴുത്തിൽ നീളമുള്ള കയറ്റുണ്ടാകും. ഇങ്ങനെ കെട്ടുണ്ടാകും. ആ കയറെന്താണെന്ന് വെച്ചാൽ ഈശോ കുരിശ് തറയ്ക്കുമ്പോൾ കൈത്തണ്ട രണ്ടും കുരിശിൽ ചെല്ലുന്നത്. കാരണം ഇവിടെയാണ് അണിയടിച്ചത്, ഇവിടെയാണ് നാം പറയുന്നത്. എങ്ങനെയായാലും ആണി അടിച്ചിട്ട് കുരിശിലേക്ക് വരുമ്പോൾ ഈ ആണി പച്ചയിരുമ്പാണ് ഈ ശരീരം താഴ്ത്തി പോയി. അപ്പം അങ്ങനെ പോകാനേക്കാൻ വേണ്ടിയിട്ട് കൈയുടെ കൂടെ ഈ മസിൽവാറിട്ട് കുരിശിൽ കെട്ടണം. അപ്പം രണ്ട് കൈകൾ അളവണം. പിന്നെ കാലും ഇതുപോലെ തന്നെ പടർച്ചകൾ അവിടെ ആ കാലിൻ്റെ ഈ തുടങ്ങി പാവ് വെച്ച് കുരിശിൽ കെട്ടണം. അപ്പം അതിനെ 4 കഷ്ണമാക്കേണ്ട കയറായതുകൊണ്ട് നീളമുള്ള കയറായിരുന്നു. അതാണ് ഈശോയുടെ കഴുത്തിയിട്ടിട്ടാണ് കൊണ്ടുപോയത്. അതിൻ്റെ സൂചനയാണ് വൈദികൻ്റെ നവകാരം. ഇന്നത്തെ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് കാണുന്നത് സൂനാറ, അരക്കി കെട്ടുന്ന ഒരു സാധനം. അത് കൊണ്ട് ചരടായിരുന്നു, ഇപ്പോഴാണ് തുണിയാക്കിയത്. അത് ഈശോയിലെ ഈ 2 കൈകാലിൽ കെട്ടിയാലും ശരീരം കൂടി കിടക്കില്ല. അത് വേറെ വരുമ്പോൾ കുളയും. അവിടെ ശരീരം എടുത്ത് കുളയാതിരിക്കാൻ വേണ്ടി ഉദരവും കൂടി ഇത് കെട്ടിയിടും. ആ വയറ്റത്തൊക്കെയുണ്ട് സൈഡിലേക്ക് കൂടി കെട്ടിയാണ് അങ്ങനെ കിട്ടും. അതിനാണ് ഈ ആ കയറാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് വൈദ്യന് കൈയിടുന്ന സാന്തി കയ്യോള. അതും കണ്ടിടത്തിന് ഉദാഹരണമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഓർമ്മ 2 ഉദാഹരണമാണ്. അപ്പോഴാണത് എൻ്റെ തുണിയാക്കുന്നത്. അതും ഈശോയെ കൽത്തൂണിൽ കിട്ടിയപ്പോൾ കൽത്തൂണം ഇതുപോലെ വ്യാസങ്ങൾ ഓർമ്മ. ഇത് ഡൗൺ ആണെങ്കിൽ എന്നിട്ട് ഓർത്ത് അപ്പോൾ ഇങ്ങനെ കെട്ടാൻ പറ്റില്ല. ആളെ നിന്നോട് ഈ ചാട്ടുപാറ കൊണ്ട് വലിച്ചെടുക്കണം. അങ്ങനെ വന്നാൽ ആളെ കുടിക്കും. അവിടെ ഇങ്ങനെയല്ല കിട്ടുന്നത്. അപ്പോൾ 2 കൈയും ഓരോ കൈ വെച്ചാൽ കിട്ടിയത്. അതിനാണ് ഈ കൂടാതെ നമ്മുടെ കൈയോല നമ്മുടെ സുഖം. ഇങ്ങനെ പീഡ സഹിക്കുന്ന കർത്താവിനെ അൽത്താരിയിൽ വൈദികരോട് നിങ്ങൾ കാണുമെന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്. പീഡകളിലേക്ക് ഏറ്റുകൊണ്ട് പോകുന്ന യേശുവിനെ നമ്മൾ പ്രതിദാനം ചെയ്യാനാണ് വൈദികൻ. കാപ്പ എന്ന് പറയുന്നത് യേശുവിൻ്റെ കാപ്പ. മേലങ്കിക്ക് വേണ്ടി കുറിയിട്ടെന്ന് പറയുന്ന ആ മേലങ്കിയാണ് വൈദ്യുന്നത് കാപ്പ. അത് കാപ്പ ഈശോയോട് കൊണ്ടുപോയിട്ടുണ്ട്. അത് മേലങ്കി യുദ്ധമാൻ ഉപയോഗിക്കുന്ന അത് അതിനാണ്. അപ്പം അങ്ങനെ ഈ ഡ്രസ്സുകൾ മുഴുവൻ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ അർത്ഥപൂർണ്ണമായിട്ട് തന്നെ കണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെതായ കുർബാനയ്ക്കകത്ത് നമുക്കറിയാം 2 വലിയ ഉദാശകളുടെ ഭാഗമാണ്. ഒന്ന് വചന ശുശ്രൂഷ, 2 ബലി ശുശ്രൂഷ. അപ്പോൾ ആദ്യത്തെ വചന ശുശ്രൂഷ, രണ്ടാമത്തേത് ഇപ്പം രണ്ട് വചന വിരുന്നും പിന്നെ മാംസങ്ങളുടെ വിരുന്ന്, ശരീരത്തിനുള്ള വിരുന്ന്. 2 വിരുന്നാണ് ഇവിടെ ഒരുക്കപ്പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞ വചനം
ആത്മാവും ജീവനാണ്, ഈ ശരീരവും ജീവനാണ്. ഇത് രണ്ട് ഘടകങ്ങളാണ് യേശു പഠിപ്പിച്ചതും നമ്മൾ നൽകിയതും ഈ രണ്ടെണ്ണമാണ്. ഈ രണ്ടുമാണ് ഒരു ബാലയെ നമ്മൾ വിളമ്പുന്നത്. വചനവിരുന്നും അതുപോലെ ശരീരത്തിനാകുന്ന അപ്പം വിരുന്നും വചനവിരുന്നുമാണ് നമ്മൾ പങ്കുവയ്ക്കുക. ആദ്യം വചനവിരുന്ന് പങ്കുവയ്ക്കുന്നു. അതിന് ഒരു ആമോദ ശുശ്രൂഷയുണ്ട്. ആമോദ ശുശ്രൂഷ ആണ് വചനവിരുന്ന് ആരംഭിക്കുന്നത്. ലേഖനവാക്യം വിശുദ്ധ കർത്താവായ ദൈവവും ജീവദായകവും ദൈവികമായ വചനങ്ങൾ ആ പ്രാർത്ഥനയിലാണ് വചനവിരുന്ന് ആരംഭിക്കുന്നത്. അതുവരെയുള്ളതെല്ലാം ഈ വചന ശുശ്രൂഷയുടെ ആമോദ ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷയുടെ ആമോദ ശുശ്രൂഷ എന്ന് പറയുന്നത് ആരാധനയ്ക്കായി വന്ന ജനം ദൈവത്തെ കണ്ടുമുട്ടി ആ ദൈവവും ദൈവജനവും നടത്തുന്ന ഹൃദയ സംഭാഷണമാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അന്ന് വാഗ്ദാന പേടകത്തിലാണ് അവർ കണ്ടുപിടിച്ചത്. ഇന്ന് നമ്മൾ സക്രാരിയിൽ മധുവികരമാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഈ വിധിയൊന്നും ഇതിടാൻ പാടില്ലാത്തതാണ്. കാരണം അതൊന്നും ഇന്നത്തെ ഭാഗമാണ്. ദക്ഷിണ ദേവാലയത്തിൻ്റെ വിധം കട്ടായി കയറി അവർ മാറ്റിപ്പെട്ടതാണ്. ഇനി കൊണ്ടുവരേണ്ട യാതൊരു അർത്ഥമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ദേവാലയത്തിൽ വരുന്ന ആളുകൾ മുഴുവനും സക്രാരിയിരിക്കുന്ന യേശുവോ മധുബലിയിൽ കാണുന്ന മകൾ സിദ്ധാന്തത്തെ നോക്കി വിദേശഭാഷണം നടത്തുന്നവരാണ്. അവരെ വിദേശഭാഷണം നടത്തുന്ന നമ്മൾ. അവിടെ ഔദ്യോഗിക കുർബാന ആരംഭിക്കുമ്പോൾ ഈ വിദേശഭാഷണമാണ്. ഒരു വൈദികന് ഒരു കുർബാനയിൽ 3 റോളാണ് അഭിനയിക്കുക. ഒരു റോള് ദൈവജനത്തിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നത് വൈദികനാണ്. ദൈവത്തിന് വേണ്ടി ദൈവജനത്തോട് സംസാരിക്കുന്നത് വൈദികനാണ്. ദൈവജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ നടത്തുന്നതും വൈദികനാണ്. 3 റോള് ഒരു വൈദികന് ഒരു കുർബാനയിലും അഭിനയിക്കാൻ പറയുന്നു. അപ്പോൾ ദൈവജനത്തിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ദൈവജനത്തോട് സംസാരിക്കുന്നു, ദൈവത്തിനും ദൈവജനത്തിനിടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്നു. ഈ 3 റോളാണ് ഒരു വൈദികൻ ഒരു കുർബാനയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ ദൈവത്തിൽ വരുമ്പോൾ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന് വൈദികൻ സംസാരിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മദ്ബലിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി ദൈവമാണ് അത്യുന്നതനാകുന്ന ദൈവമേ അങ്ങേക്ക് സ്തുതി. അപ്പോൾ ദൈവം പറയുക, എന്നെ ആരാധിക്കാൻ വന്ന ദൈവജനമേ നിങ്ങൾക്ക് എൻ്റെ സമാധാന സന്തോഷം. അത് വൈദികൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കാം. അപ്പോൾ ആദ്യം ദൈവജനം ദൈവത്തോട് ദൈവജനത്തിന് വേണ്ടി വൈദികൻ സംസാരിച്ചു. ഇപ്പോൾ ദൈവത്തിന് വേണ്ടി വൈദികൻ ദൈവത്തെ സംസാരിച്ചു. ഭൂമിയിൽ ആരാധിക്കുന്ന സന്ദർശിച്ചുള്ളവർ നിങ്ങളുടെ സമാധാന സന്തോഷം. അപ്പോൾ ദൈവജനം പറയുന്നു, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണം, അങ്ങേ രാജ്യം വരണം, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗഭൂമി നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 പാടിപ്പുറത്തുമ്പോൾ ദൈവത്തിന്റെ പ്രത്യുത്തരം അന്നു വേണ്ടത് ആഹാരം എഴുന്നേറ്റുള്ള കുട്ടികളെ ഞാൻ ക്ഷമിക്കുന്നവനാണ്, പ്രലോഭനത്തിൽ വീഴാതെ കാക്കുന്നവനാണ്. ആ ഒരു പ്രത്യുത്തരം അത് കഴിയുമ്പോൾ വീണ്ടും ദൈവത്തിന് വേണ്ടി വൈദ്യം പറയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തിരുത്തല ദൈവത്തിന് സ്വർഗ്ഗത്തിൽ ഭൂമിയിലും എപ്പോഴും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ തിരുത്തല ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയ ആരാധന ഉണ്ടാകട്ടെ. ദൈവത്തിന് വേണ്ടി വൈദ്യം പറയുമ്പോൾ ദൈവം പറയും, സങ്കീർത്തനത്തിൽ പറയും, നിങ്ങളെ നയിക്കുന്ന പരിപാലിക്കുന്ന നല്ല ഇടയിലാണ് ഞാൻ. ഇതെന്ത് സംസാരം. അത് കഴിയുമ്പോഴേക്കും ഇതാ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക, കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർവാധികാര കർത്താവെ നിന്നെ ഞാൻ വണങ്ങി നമിക്കുന്നു എന്ന് വൈദികൻ പറയും. യേശുവിനെ കണ്ടുമുട്ടുകയാണ് പറയുന്നത്. അപ്പോൾ വൈദികന് അതാണ് ഞാൻ ആ പാട്ട് നിർമ്മിക്കുന്നതാണ്, സർവാധികാര കർത്താവെ നിന്റെ വണങ്ങി നമിക്കുന്നു എന്ന് ദൈവജനത്തിന് വേണ്ടി പറയുമ്പോൾ ദൈവജനം കൂടുതൽ നോക്കുക, ഈശ്വരനാഥ ഞങ്ങളെ അങ്ങനെ ഒരു സംഭാഷണം അങ്ങനെ പോകുന്നതാണ് ആ സംഭാഷണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇങ്ങനെ ദൈവത്തെ യുക്തനായ ദൈവത്തെ ആരാധിച്ച നമ്മളോട് ദൈവം പറയുകയാണ്, എന്നെ യുക്തനായി ആരാധിച്ച കർത്താവെ നിങ്ങൾക്ക് സുഖത്തിൽ ആരാധനത്തെ സ്തുതിക്കാൻ പറഞ്ഞതാണ് ഞാൻ തരും. അതാണ് പരിശുദ്ധ കേട്ടത് പാടി സ്തുതിക്കുന്നത്. അപ്പോൾ ത്രൈശുദ്ധ പാടി സ്തുതിക്കുന്നത് നമുക്ക് കർത്താവ് വിരുന്നൊരുക്കി ആ വിരുന്നാണ് വചന വിരുന്നും വിരുന്നും. അതാണ് അടുത്ത് വരുന്ന ശുശ്രൂഷ.
അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അനുഭൂതിയുടെയും അനുഭവത്തിൻ്റെയും നിമിഷങ്ങളാണ് വിശുദ്ധ നമുക്ക് കാണുവാൻ കഴിയുന്നത്.